നമസ്കാരം. സംവിധായകനും നടനുമായ മേജർ രവിക്കെതിരെ അതിരൂക്ഷ വിമർശനവുമായി മോഹൻലാൽ ഫാൻസ് അസോസിയേഷൻ. ഓൾ കേരള മോഹൻലാൽ ഫാൻസ് കൾച്ചറൽ ആൻഡ് വെൽഫെയർ അസോസിയേഷൻ എന്ന ഫേസ്ബുക്ക് അക്കൗണ്ടിലൂടെയാണ് മേജർ രവിക്കെതിരെ പോസ്റ്റ് വന്നിരിക്കുന്നത്. ഓന്തിനെയും നാണിപ്പിക്കുന്ന നിറമാറ്റമാണ് മേജർ രവിയുടേത് എന്നാണ് വിമർശനം. എല്ലാം വെറും പബ്ലിസിറ്റിക്ക് വേണ്ടി മാത്രമാണ് എന്ന് ഫേസ്ബുക്കിൽ കുറിച്ചിട്ടുണ്ട്. ഫേസ്ബുക്ക് പോസ്റ്റ് തുടങ്ങുന്നത് ഇങ്ങനെയാണ്: ഏറെക്കാലത്തെ കാത്തിരിപ്പുകൾക്കൊടുവിൽ തിരശീലയിലേക്ക് എത്തിയ ചിത്രമാണ് എമ്പുരാൻ. ചിത്രം റിലീസ് ചെയ്തത് മുതൽ വിവാദങ്ങൾക്കും തിരികൊളുത്തി. മലയാളക്കര ഇന്ന് വരെ കാണാത്ത രീതിയിൽ ചിത്രം തരംഗം സൃഷ്ടിച്ച സമയത്ത് രാപ്പകൽ സിനിമയ്ക്കൊപ്പം നിന്ന ഫാൻസ് അടക്കമുള്ള സിനിമാ പ്രവർത്തകർക്കും സിനിമാ സ്നേഹികൾക്കും പ്രഹരം എന്ന രീതിയിലാണ് ലാലേട്ടന്റെ സിനിമകൾ എടുത്ത രവി എന്ന സംവിധായകന്റെ ലൈവ് ഷോ വരുന്നത്. എമ്പുരാൻ സിനിമ അണിയറ പ്രവർത്തകർക്കും ഫാൻസുകാർക്കും ഒപ്പം കണ്ട ശേഷം ലോകോത്തര നിലവാരമുള്ള സിനിമയാണ് എന്നും സംവിധായകൻ പൃഥ്വിരാജിന് അഭിനന്ദനങ്ങൾ അറിയിക്കുകയും ചെയ്ത് ചാനലിൽ റിവ്യൂ പറഞ്ഞ അദ്ദേഹം പിറ്റേ ദിവസം ഓന്തിനെയും നാണിപ്പിക്കുന്ന വിധത്തിൽ നിറം മാറി വന്ന് സിനിമയും സംവിധായകനെയും വിമർശിച്ചതും വെറും പബ്ലിസിറ്റിക്ക് വേണ്ടിയാണ് എന്ന് നാം മറക്കരുത്. കൂടാതെ എല്ലാ ഭാഗത്തു നിന്നും പ്രഷറിൽ നിൽക്കുന്ന അണിയറ പ്രവർത്തകർ തമ്മിൽ പ്രശ്നങ്ങളാണ് എന്ന് തെറ്റായ ധാരണകൾ ഉണ്ടാക്കാനും ഇദ്ദേഹത്തിന് സാധിച്ചു. ഇയാൾ പറയുന്നത് വെള്ളം തൊടാതെ വിഴുങ്ങാൻ മാത്രം വിഡ്ഢികളാണ് കേരളത്തിലെ ജനങ്ങളെന്ന് ഞങ്ങൾ വിശ്വസിക്കുന്നില്ല. പക്ഷേ ഇയാളുടെ സ്വന്തം താല്പര്യം ലാലേട്ടന്റെ താല്പര്യം എന്ന് പറഞ്ഞ് നടക്കുന്ന മാധ്യമങ്ങൾ ഒന്ന് മനസ്സിലാക്കുക. ലാലേട്ടൻ സുഹൃത്തുക്കളെ അത്രമേൽ സ്നേഹിക്കുന്നു. അതിനാൽ അവരാൽ അദ്ദേഹത്തിന്റെ ദേഹത്ത് തെറിക്കുന്ന ചെളികൾ അദ്ദേഹം കണ്ടില്ല എന്ന് വെക്കാറാണ് പതിവ്. നല്ല സൗഹൃദങ്ങൾ നമുക്ക് നന്മകൾ കൊണ്ടുവരും, മറിച്ചായാൽ അതാകും ലോകത്തെ ഏറ്റവും വലിയ അപകടങ്ങളിൽ നമ്മെ എത്തിക്കുക. മോഹൻലാൽ എന്ന ഒരു വ്യക്തിക്ക് ഒരു അഭിപ്രായം പറയാനുണ്ട് എങ്കിൽ അത് പറയുക തന്നെ ചെയ്യും. അതിന് സിനിമയിൽ എന്ന പോലെ ആമുഖത്തിന്റെ ആവശ്യമുണ്ടോ? ഒരിക്കലുമില്ല എന്ന് തന്നെ പറയും. തലേന്നത്തെ ഒറ്റ ലൈവ് കൊണ്ട് കേരളം മൊത്തം ഉണ്ടായ പ്രതീതി എന്താണ്? മോഹൻലാൽ മാപ്പ് പറയാൻ പോകുന്നു. ആ ഒറ്റ കാരണത്താൽ പിറ്റേന്ന് വന്ന ഖേദപ്രകടനം എല്ലായിടത്തും ഒരു മാപ്പ് അപേക്ഷ പോലെ നിഴലിച്ചു. ഇതിന്റെ ആവശ്യമുണ്ടായിരുന്നോ? ആപത്തിലല്ലേ ഒറ്റപ്പെടുമ്പോൾ നമുക്ക് താങ്ങാകേണ്ടത് സൗഹൃദങ്ങൾ തന്നെയാണ് എന്ന് വെച്ചിട്ട് ഒരിക്കലും വേലിയിൽ കിടക്കുന്ന പാമ്പാകാൻ നിൽക്കരുത്. ആർക്കും ആരുടെയും കാര്യം മുൻകൂട്ടി വിളിച്ചു പറയാൻ ആരും അനുവാദം കൊടുത്തിട്ടുള്ളതായി ഞങ്ങൾ കരുതുന്നില്ല. കേരളത്തിൽ ഇന്നുള്ളതിൽ ഏറ്റവും സെൻസിറ്റീവ് കണ്ടന്റ് മോഹൻലാൽ തന്നെയാണ്. അത് സൂക്ഷ്മമായി ശ്രദ്ധയോട് കൈകാര്യം ചെയ്യാൻ പറ്റിയില്ലേൽ ഞങ്ങൾ ആ സൗഹൃദത്തെയും സംശയിക്കും, ചോദ്യം ചെയ്യും. കാരണം ഇതിനു മുൻപും ഇതേ വ്യക്തിയിൽ നിന്നും ഇങ്ങനെ തന്നെ സംഭവിച്ചു. വയനാട് ഉരുൾപൊട്ടൽ സമയത്ത് ലാലേട്ടനും അദ്ദേഹത്തിന്റെ മാതാപിതാക്കളുടെ പേരിൽ പ്രവർത്തിക്കുന്ന വിശ്വശാന്തി ഫൗണ്ടേഷനും ചേർന്ന് നടത്തിയ കാരുണ്യ പ്രവർത്തനങ്ങൾ എല്ലാം ഈ ഒരു വ്യക്തിയുടെ മാത്രം ബുദ്ധിയും കഴിവും കൊണ്ടാണ് എന്ന് പറഞ്ഞു നടന്ന് അവിടെയും ഇദ്ദേഹം സ്വയം ആളായി നിന്നു. വിശ്വശാന്തി ഫൗണ്ടേഷന്റെ ഒരു ഡയറക്ടർ എന്ന നിലയിൽ അദ്ദേഹം ചെയ്ത അദ്ദേഹത്തിന്റെ ജോലി അല്ലെങ്കിൽ സർവീസ് അത് അയാളുടെ മാത്രം ക്രെഡിറ്റ് ആക്കാൻ അയാൾ അന്നും ശ്രമിച്ചു. ഒരിക്കൽ കൂടി ജനങ്ങൾ വിഡ്ഢികളല്ലാത്തത് കൊണ്ട് അതൊന്നും വിശ്വസിച്ചില്ല. ലാലേട്ടിനെ പോലെ ഒരാൾ അദ്ദേഹത്തിന്റെ സിനിമകൾ റിലീസിന് മുൻപ് കാണില്ല. ഒന്നും അറിയാതെ പോയി അഭിനയിക്കുന്നു എന്നെല്ലാം അടിച്ചുവിട്ട് അവിടെയും സെൻസിറ്റീവ് കണ്ടന്റ് ഉണ്ടാക്കി ആളാകാൻ നോക്കുകയാണ് ഈ പ്രമുഖൻ. വളരെ പണ്ട് ഇയാളുടെ രീതികൾ മനസ്സിലാക്കും മുൻപ് അസോസിയേഷൻ ഒരു വാഗ്ദാനം നൽകി. ഒരു സൽക്കർമ്മം ലാലേട്ടൻ പറഞ്ഞിട്ട് എന്ന് പറഞ്ഞ് ഞങ്ങളെ അറിയിച്ച ആ കാര്യം വിശ്വസിച്ച് ഞങ്ങൾ വളരെ വൈകിയാണ് അറിഞ്ഞത്. അതും ഇയാള് അപ്പോഴത്തെ ഒരു ഹീറോയിസത്തിന് വേണ്ടി വെറുതെ പറഞ്ഞതാണ് എന്നും ഇക്കാര്യം ലാലേട്ടൻ അറിഞ്ഞിട്ട് പോലും ഇല്ല എന്നും. ദയവ് ചെയ്ത് പ്രിയ മാധ്യമ സുഹൃത്തുക്കൾ ഒന്ന് മനസ്സിലാക്കുക. ഇതുപോലെയുള്ള സ്വലാഭം ലക്ഷ്യം വെച്ച് കൂടെ നിൽക്കുന്ന സുഹൃത്തുക്കളുടെ സ്വരം ലാലേട്ടന്റെ സ്വരമായി കണക്കാക്കാതിരിക്കുക. സിനിമയെ സിനിമയായി തന്നെ കാണാൻ ശ്രമിക്കുക. എമ്പുരാൻ എന്ന സിനിമ റിലീസിന് മുൻപേ മോഹൻലാൽ കണ്ടിട്ടില്ല എന്ന് തനിക്ക് ആധികാരികമായി പറയാൻ സാധിക്കുമെന്നാണ് കഴിഞ്ഞ ദിവസം മേജർ രവി ലൈവിൽ പറഞ്ഞത്. ഇതിനു പുറകെ മോഹൻലാൽ ഖേദം പ്രകടിപ്പിച്ച് രംഗത്തുമെത്തിയിരുന്നു.